യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മ, ഞാനൊന്ന് കമ്പനിയിലേക്ക് പോവാം. അത്യാവശ്യമായിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞ് ഫോൺ വന്നായിരുന്നു. അവിടെ നിന്ന് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാം. ശരി. പിന്നെ ഹോസ്പിറ്റൽ ചെലവിന് ഞാൻ കുറച്ച് പണം അവന്റെ തരട്ടെ? വേണ്ടരും, അതൊക്കെ എല്ലാവർക്കും വേണ്ടി ചെയ്തതുപോലെ തന്നെ ആവശ്യമുള്ള ഞാൻ കൈ കരുതിയിട്ടുണ്ട്. അതെനിക്കറിയാം അമ്മാവ. എന്നാലും ഹോസ്പിറ്റലില് മറ്റു ചെലവൊക്കെ ഉണ്ടാവില്ലേ? നീ അതൊന്നും ഓർക്കണ്ട. എന്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ നിന്നോട് ചോദിച്ചോളാം. അച്ഛാ, ഞാനെന്നാ ഇറങ്ങട്ടെ അച്ഛാ? ശരി മോളെ, പോയിട്ട് വാ. പോയിട്ട് വരാം. മഞ്ചാടി മോളും കൂടി ഒരു കരപറ്റിയ സമാധാനമായി. കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോ തന്നെ മനസ്സിൽ പേടിയാ. മക്കൾക്ക് പറ്റിയ നല്ല മരുമക്കളെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരറിവില്ല. എന്റെ എല്ലാ കണക്കൂട്ടലുകളും പിഴച്ചുപോയെന്ന് എത്രയോ പ്രാവശ്യം ഈശ്വരൻ എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ വിഷമിക്കാൻ മാത്രം പ്രശ്നമൊന്നും ഇവിടെ ഇല്ല അമ്മാവ. ഇന്ദ്രനും വിനയനും അല്ലേ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൂ. അതിൽ ഇന്ദ്രന് ഇപ്പൊ തന്നെ നല്ല മാറ്റമുണ്ട്. ബാക്കിയൊക്കെ ശരിയാവും. പിന്നെ വിനയനല്ലേ? വിനയന്റെ കാര്യത്തിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും കൂടി സംസാരിച്ച് വിനയൻ നന്നായെന്ന് തോന്നിയാലും കുറച്ചു ദിവസം കഴിയുമ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. അതൊക്കെ ശരിയാവും അമ്മാവ. നമ്മുടെ ശബരിയുടെ കാര്യം നോക്കിക്കേ. ശബരിയെ പോലൊരു നല്ല മരുമകനെ, അമ്മാവൻ ഒരിക്കലും ചിന്തിക്കാത്തത്ര സ്വഭാവ ഗുണങ്ങളുള്ള ഒരു മരുമകനെ ഈശ്വരൻ തന്നില്ലേ? നമ്മൾ പ്രശ്നങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും നോക്കിയാ ജീവിതത്തിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ നല്ലത് കാണാൻ ശ്രമിച്ചാൽ നമുക്ക് സന്തോഷിക്കാനുള്ളത് അവിടെ കാണും. ഇത് ഞാൻ പറഞ്ഞതല്ല, അമ്മാവൻ തന്നെ എനിക്ക്. അതും ശരിയാ. ശബരി നല്ല ആളായിരുന്നില്ലെങ്കിൽ നമ്മുടെ ദയ ശരിക്കും കഷ്ടപ്പെട്ടു പോയനെ. ആ വീട്ടിലുള്ള ആൾക്കാരുടെ സ്വഭാവം അത്രയ്ക്ക് മോശപ്പെട്ടതാ. നീ എന്തിനാ എന്റെ അമ്പിളി വെറുതെ അവരെ കുറിച്ച് ഓരോന്നൊക്കെ പറയുന്നത്? അതെ, അച്ഛൻ അറിയാഞ്ഞിട്ടാ. ആ വാസന്തി അനിതയും ആശുപത്രിയിൽ വെച്ച് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ദയയുടെ കുഞ്ഞ് അവരുടെ വീട്ടിലേയും കൂടിയാ. അവര് സമ്മതിച്ചാലേ നമുക്ക് കുഞ്ഞിനെ പോയി കാണാൻ പറ്റൂന്ന്. അല്ലോ, അങ്ങനൊക്കെ പറയേണ്ട ആവശ്യം എന്താ? ഇതൊക്കെ വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ലേ. നീ എന്തിനാ അതൊക്കെ ഏറ്റുപിടിക്കാൻ പോകുന്നത്? അവര് വിവരമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ അതെല്ലാം ഒരു ചെവി കൂടി കേട്ടിട്ട് മറ്റേ ചെവി കൂടി അങ്ങ് കളഞ്ഞേക്കണം. അല്ലാതെ വെറുതെ. അതെ അമ്പിളി, നീ ഇനി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവരെന്തെങ്കിലും പറഞ്ഞാ തിരിച്ചൊന്നും പറയാൻ നിൽക്കില്ലേ കേട്ടോ? ഓ, അപ്പൊ ഞാനായോ കുറ്റക്കാരി? അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. നീ എന്തിനാ രഘു അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? അമ്മാവന് അറിയാവുന്നല്ലേ അവളുടെ സ്വഭാവം. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവര് പറയുന്നതിന് 100 ഇരട്ടിയായിട്ട് ഇവള് മറുപടി പറയും. അതാ ഞാൻ അങ്ങനെ പറഞ്ഞേ. നിനക്കേ അത്യാവശ്യമായിട്ട് കമ്പനിയിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ട് പോണ്ടേ? എന്നാ ഞാൻ ഇറങ്ങാൻ പോവാ. ശരി ശരി, പോയിട്ട് വരാം. ശരി മോനെ. മഞ്ചാടി, നിക്കേ. ഞാൻ മഞ്ചാടിയെ കാത്തു നിന്നാ. എത്ര വട്ടം ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് എന്നെ ശല്യം ചെയ്യരുതെന്ന്? ഇല്ല, ഇനി ഒരിക്കലും ഞാൻ മഞ്ചാടിയെ ചലഞ്ച് ചെയ്യില്ല. ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാ. അതൊരിക്കലും നിന്നെ വെറുത്തിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ല. സ്നേഹക്കൂടുതലുള്ളതുകൊണ്ട് തന്നെ എന്റെ പ്രസൻസ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നറിയാം. അത് വേണ്ട, അതുകൊണ്ട് ഞാൻ പോവാ. പിന്നെ ഞാൻ എന്റെ നമ്പർ ഉപേക്ഷിക്കുക. ഞാൻ എവിടെ എന്താ എന്നൊന്നും ആരും അറിയണ്ട. അതുകൊണ്ടാണ് ഈ നമ്പർ കളയുന്നത്. പിന്നെ ഞാനൊരു പുതിയ നമ്പർ എടുക്കുന്നുണ്ട്. അത് നിനക്ക് വേണ്ടി മാത്രം. എനിക്ക് വേണ്ടിയോ? പേടിക്കണ്ട, നിന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല. ആ നമ്പറിൽ നിന്ന് ഒരിക്കലും വിളിക്കില്ല. ഞാൻ നമ്പർ എടുത്തതിന് ശേഷം ഒരു മെസ്സേജ് അയച്ചു തരാം. എന്നെങ്കിലും എന്നെയും എന്റെ സ്നേഹത്തെയും തിരിച്ചറിഞ്ഞ നീ വിളിക്കണം.
നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. നീ വിളിക്കുമെന്നുള്ള ആ പ്രതീക്ഷയിൽ ആ നമ്പർ ഞാൻ സൂക്ഷിക്കും. വെറുതെ ആവശ്യമില്ലാത്ത പ്രതീക്ഷകളൊന്നും വേണ്ട. നിങ്ങളെ കുറിച്ചൊരു നല്ലൊരു ഓർമ്മ പോലും എനിക്കില്ല. ഇത്രയും നാള് നിങ്ങളോട് സംസാരിച്ചതിൽ എനിക്കിഷ്ടം തോന്നിയ ഒരേ ഒരു കാര്യം, എന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ലെന്ന് പറഞ്ഞ വാക്ക്. അതിന് താങ്ക്സ്. ഞാൻ പോകുന്നു. മോനെ നമ്മള് വീടെത്തിയല്ലോ. ഉച്ചമോനെ വാടാ. അല്ല, പോയ കാര്യം എന്താ ഇന്ദ്ര? അത് ശരിയായി. എന്ത് ശരിയായെന്ന്? എടാ, പറയുമ്പോ ഒന്ന് വ്യക്തമായിട്ട് പറ, കാര്യങ്ങൾ അറിയണ്ടേ? അത് ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മേ, പിന്നെ എല്ലാം അങ്ങ് ഓക്കെ ആയി. രാവിലെ എല്ലാവരെയും കൂടി കണ്ടപ്പോ അവരെന്താ പറഞ്ഞത്? അനു ആണല്ലോ ചെല്ലേണ്ടിയിരുന്നത്, അതുകൊണ്ട് എല്ലാം കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയതിന്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് മതി. ഹേയ് വാമോനെ, കാലത്തെ അച്ഛന്റെ അമ്മയുടെയും കൂടെ കറങ്ങാൻ പോയിട്ട് പൊന്നുമോനെ ആരെയൊക്കെ കണ്ടു പറഞ്ഞേ? വാവയോ? ഏത് വാവയെ പറമോനെ? പറകൂട്ട, ഏത് വാവനെയാ കണ്ടേ? അത് ബാഗിലൊരു കുഞ്ഞുണ്ടായിരുന്നു, അതിന്റെ കാര്യം അവൻ പറയുന്നത് അല്ലടാ. മോന് അച്ഛമ്മ ഒരു സൂത്രം എടുത്തു വെച്ചിട്ടുണ്ട്, പോവാ എടുത്തു തരാവേ. അച്ഛമ്മ കാണിച്ചു തരാവേ. അവൻ പറഞ്ഞത് കേട്ടോ? ഇനി ഏതായാലും അവന്റെ അടുത്ത് ഒരു കള്ളത്തോട് നടക്കില്ല കേട്ടോ? അതെ അതെ, ഇപ്പൊ തന്നെ പറഞ്ഞത് കേട്ടില്ലേ? ഇനി വലുതാവുമ്പോ എന്തായിരിക്കും എന്തോ. എന്താവോ എന്തോ. വാ. കഴിഞ്ഞു. ഓ സമയം 2 മണിയാവാറായില്ലേ? ദേ, നിനക്ക് വിശക്കുന്നില്ലേ? കുഴപ്പമില്ല ചേച്ചി, അമ്പിളി ചേച്ചി ഇപ്പൊ ആഹാരം എത്തും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ കുഞ്ഞിന് പാല് കൊടുക്കുന്നതല്ലേ, സമയത്തിന് ആഹാരം കഴിക്കണം. ശബരി പോകുമ്പോ നിനക്ക് പറയായിരുന്നില്ലേ? അവൻ ആഹാരം വാങ്ങിക്കൊണ്ട് വരുമായിരുന്നല്ലോ. അമ്പിളി ചേച്ചി കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കുന്നത് എങ്ങനെയാ ചേച്ചി? വിശക്കുമ്പോ കഴിക്കാനുള്ളതാ ദയേ ആഹാരം. അമ്പിളി അവളുടെ ആ ഉത്തരവാദിത്വം കാണിക്കാതിരിക്കുന്നതാ ശരികേട്. അല്ലെങ്കിലും ഇവിടെ ക്യാൻറ്റീനിൽ നല്ല ഊണുള്ളപ്പോ എന്തിനാ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്? അനിയത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുവാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ? അധികം കഷ്ടപ്പെടുത്താതെ മുന്നോട്ടു പോകാൻ ഇനി എന്തൊക്കെ കള്ളത്തരങ്ങളും കാപട്യങ്ങളും കാണിക്കേണ്ടി വരുമെന്നും എനിക്കറിയില്ല. ഒന്ന് ജീവിച്ചു പോവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ആവേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല അച്ഛാ. അച്ഛന്റെ മകനോടൊപ്പം ചേർന്ന് എനിക്കിപ്പോ ഒന്നിനും ഒരു പേടിയും ഉളുപ്പും ഇല്ലാണ്ടായി. പണ്ടൊക്കെ ആരെങ്കിലും ഒരു വാക്ക് ദേഷ്യത്തിൽ സംസാരിച്ച എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. ഒരു വാക്ക് കള്ളം പറയുമ്പോ നാക്കൊടക്കുമായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞ അത് കള്ളമാണെന്ന് എന്റെ മുഖത്ത് എഴുതി വെച്ചതുപോലെ കാണാന്ന് അമ്പിളി ചേച്ചി എപ്പോഴും പറയായിരുന്നു. ഞാനിപ്പോ എല്ലാ സംശയത്തിന്റെ കണ്ണുകളോടെ നോക്കുന്ന വിനയേട്ടന്റെ മുമ്പിൽ പോലും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള പ്രാപ്തി നേടിയിരിക്കുന്നു. ഇനിയിപ്പോ എങ്ങനെയൊക്കെ അങ്ങ് പോവാം അല്ലേ അച്ഛാ? ഞാൻ എന്താ മോളെ നിന്നോട് പറയണ്ടേ? നീ ഇവിടെ വരുമ്പോ
നീ എങ്ങനെയുള്ള കുട്ടിയായിരുന്നു എനിക്കറിയാം. ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ മകനാണെന്നും അറിയാം. അവനെ നേരെയൊക്കെ എടുക്കാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല മോളെ. ദൈവം വിചാരിച്ചാൽ പോലും ചിലപ്പോൾ അവൻ നന്നാവില്ല. പിന്നെന്താ ചെയ്യാ? നിനക്കും മക്കൾക്കും ജീവിച്ചു പോകാൻ വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാ. മരിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും മോളെ. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അച്ഛനൊരുക്കാം. അവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാതാകുമ്പോ മോളെന്നോട് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ അത് ഞാൻ തീർത്തു തരാം. സത്യ, നീ ഇത് എന്ത് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഓ, എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആവുന്നുണ്ട്. നീ അമ്മയോട് നേരത്തെ സംസാരിച്ചപ്പോ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്നും അതുകൊണ്ട് എനിക്ക് സ്നേഹമില്ലെന്നും അമ്മ മാറി താമസിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. എന്തിനാ സത്യ അങ്ങനെ സംസാരിക്കുന്നത്? അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയല്ലേ ആവൂ. എടാ, നീ എല്ലാ കാര്യത്തിലും ന്യായം പറയുന്ന ആളല്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാവോ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടല്ലേ ഇവിടെ ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? എന്ത് പ്രശ്നം ഉണ്ടായെന്ന് എന്തേട്ടൻ പറയുന്നത്? എടാ, അമ്മയും സോനയും ഇറങ്ങിപ്പോയത് നീ കണ്ടില്ലേ? അതിനുവേണ്ടി തന്നെയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവര് വേറെ വീട്ടിൽ താമസിക്കുന്നതാണ് നല്ലത്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഈ വീട്ടിൽ വഴക്കാ. രണ്ടുപേരും ഇവിടുന്ന് മാറി താമസിച്ചാ അതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഒന്ന് തീരുമ്പം മറ്റൊന്ന് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾക്ക് മാത്രം ഒരു കുറവില്ല ഇവിടെ. സോനോ ഓഫീസിൽ വന്നിരുന്നു. ഞാൻ ചിലങ്കയ്ക്ക് ജോലി ശരിയാക്കി കൊടുക്കുന്ന കാര്യം അവള് കേട്ടുന്നാ തോന്നുന്നത്. അതിന്റെ ദേഷ്യത്തിലായിരിക്കും ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയത്. എടാ, എന്തിന്റെ പേരിലായാലും അമ്മയും സോനയൊന്നും ഇവിടുന്ന് പോയത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇന്ദിര നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷേ എത്ര സ്നേഹം കാണിച്ചാലും സുശീലയ്ക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും അനുവിനെ കുറ്റപ്പെടുത്തില്ലായിരുന്നു. അതൊക്കെ ശരിയായിരിക്കും എന്ന് കരുതി അമ്മയും സോനയും ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നാമതേ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിട്ടിരിക്കുമായിരുന്നു. അതിനിടയിൽ ഇവൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടാക്കി വെക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇനി ചിലങ്കയുടെ കാര്യം വിനയൻ അറിയുമ്പോ എന്ത് സംഭവിക്കുമെന്തോ? ഒന്നാമതേ അവനൊരു കിളി പോയ ജന്മോ. അങ്ങനെയൊക്കെ ആലോചിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചിലങ്കയ്ക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അത് ചെയ്തു. അതിന് വിനയൻ എന്ത് ആലോചിക്കുന്നൊന്നും ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ല. അതങ്ങനെയല്ല സത്യ. ഇനി ഇതിന്റെ പേരില് ചിലങ്ക എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് സത്യം ചിന്തിച്ചോ? ചിലങ്കയ്ക്ക് അതിന് ഇപ്പൊ ഉള്ളതിനേക്കാളും എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അതല്ല സത്യ. ഏടത്തി പ്ലീസ്, ഏടത്തി ഒരു കാര്യം മനസ്സിലാക്കണം. ചിലങ്കയ്ക്ക് അവളുടെ പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ അവൾക്കൊരു ജോലി കിട്ടണം. സത്യം, ഞാൻ പറയുന്നത് എന്റെയും ചിലങ്കയുടെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ല. അതുകൊണ്ട് ഇതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തെറ്റ് ചെയ്യാത്തിടത്തോളം ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്കെന്റെ മനസാക്ഷിയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. ആരും എന്നെ ഇക്കാര്യത്തിൽ ഉപദേശിക്കാനോ പിന്തിരിപ്പിക്കാനോ നിൽക്കണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അത് മാറില്ല.
ഞാൻ പറഞ്ഞില്ലേ, അന്ന് സോന ചോദിച്ച സമയത്ത് ഇവിടെ വേക്കൻസി ഉണ്ടായിരുന്നു. ഇപ്പോ ആളായി. സത്യം പറഞ്ഞാ നമുക്കിപ്പോ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റാഫ് ഉണ്ട്. അതുകൊണ്ട് അമ്മത്തണലില് ഈ അടുത്തൊന്നും ഒരു ജോലി ഒഴിവ് വരുമെന്ന് തോന്നുന്നില്ല. മാഡത്തിന്റെ പരിചയത്തിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ. അന്ന് ബ്രദേഴ്സിന്റെ ഒപ്പമല്ലേ സോന പോയത്. പിന്നെ ഇപ്പൊ എന്തു പറ്റി? എന്താ പ്രശ്നം? അത് മാഡം, കല്യാണം കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുമായി. ഇനി ഏട്ടന്മാരുടെ ഔദാര്യത്തിൽ ജീവിക്കാന്ന് പറഞ്ഞ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാഡത്തിന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. മനസ്സിലാവും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചെറിയ വാടക വീടെടുത്ത് താമസിക്കാന്ന് വിചാരിക്കുന്നേ. ഇക്കാലത്ത് ജോലി ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടാ. അപ്പൊ ജോലി ഇല്ലാതെ വന്നാൽ എങ്ങനെ കഴിയും? എല്ലാത്തിനും മക്കളുടെ മുമ്പിൽ പോയി കൈനീട്ടാൻ പറ്റത്തില്ലല്ലോ. ഇവക്കൊരു ജോലി കിട്ടിയാ തൽക്കാലം ഞങ്ങളൊന്ന് പിടിച്ചു നിൽക്കും. അതുകൊണ്ട് മാഡം ഒന്ന് സഹായിക്കണം. അമ്മത്തണലിന്റെ കീഴിൽ തന്നെ ഒരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്, മനസ്സ്. അവിടെ ഒരു ഒഴിവുണ്ട്. പക്ഷേ കുറച്ച് റിസ്ക് ഉള്ള ജോലിയാ. ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയുമ്പോ അറിയാലോ, വിഡ്രോവൽ സിൻഡ്രോം ഉള്ള പേഷ്യൻസ് ഉണ്ടാകും. അവരൊക്കെ ഇടയ്ക്ക് വയലന്റ് ആവും. അതൊക്കെ മാനേജ് ചെയ്യേണ്ടി വരും. റിസ്ക് ഇല്ലാത്ത എന്ത് കാര്യ ലോകത്തുള്ളത്? സാരില്ല മാഡം, ഞാൻ ചെയ്തോളാം. അതൊന്ന് ശരിയാക്കി തരാമോ? ശരി, ഞാൻ സംസാരിക്കാം. മോളെ സോനെ, എന്താ അമ്മേ? നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് എത്ര ദൂരം കാണും? ഒരു 10-12 കിലോമീറ്റർ എങ്കിലും കാണും. എന്തു പറ്റി? അല്ല, അത് വലിയ ദൂരമൊന്നുമല്ല. എന്നാലും നമുക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ മാത്രം ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ കഴിയുമെന്ന് ആലോചിക്കുമ്പോഴാ. 10,000 രൂപ ശമ്പളമുള്ള ഒരു ജോലി കിട്ടിയില്ലേ അമ്മേ? 5,000 രൂപ റെന്റ് വരുന്ന ഒരു വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കും. അവിടെ അമ്മയും ഞാനും മോള് സുഖമായിട്ട് ജീവിക്കും. ഇതൊക്കെ പറയുന്നത്ര എളുപ്പം സാധിക്കുന്ന കാര്യമാണോ മോളെ? ഒരു വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഒന്നും അത്ര നിസ്സാരമല്ലെന്ന് എനിക്ക് അറിയാമേ. അതുകൊണ്ടാ ആദ്യം ഞാനൊരു ജോലി സമ്പാദിച്ചത്. ഇന്ന് വീട്ടിലേക്ക് പോയി നാളെ നമ്മൾ ഇവിടെ തങ്ങാൻ തയ്യാറായി തിരിച്ചു വരും. 2-3 ദിവസം നമുക്ക് ജോലി സ്ഥലത്ത് തന്നെ താമസിക്കാൻ പറ്റും. അതിനുള്ളിൽ നമുക്ക് മറ്റ് സ്റ്റാഫിന്റെ സഹായത്തോടു കൂടി ഒരു വീട് സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോ നീ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പിന്നല്ലാതെ. മുന്നോട്ട് വെച്ച കാല് ഇനി പിന്നോട്ട് വെക്കുന്നില്ല. എന്താ അമ്മയ്ക്ക് വിഷമമുണ്ടോ? വിഷമമില്ലാതിരിക്കൂടി. നമ്മൾ ഇങ്ങനെ ജീവിക്കേണ്ടവരാണോ? എന്റെ 2 ആൺമക്കൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന വെച്ച് എത്ര സുഖമായിട്ട് കഴിഞ്ഞവരാ നമ്മള്. നിന്റെ ഏട്ടന്മാർ ഇതുവരെ നിനക്ക് എന്തിനെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? ഇല്ല, അവരെനിക്ക് എല്ലാം തന്നു. ഒപ്പം ചില പാഠങ്ങളും പഠിപ്പിച്ചു. അതാ എന്നെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുപ്പിച്ചത്. ഇതിൽ നിന്ന് ഞാൻ എന്തായാലും മാറില്ല. അമ്മയ്ക്ക് എവിടെ വിട്ട് വരുന്നതിൽ നഷ്ടബോധം ഉണ്ടല്ലേ? ഉണ്ടടി. ഞാനും നീയും അനുഭവിക്കേണ്ടത് കൂടി ഇനി മുതൽ അനുപമ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്കും. അല്ലെങ്കിൽ ഞാനും ദാസങ്ങളും പോയി സംസാരിച്ചപ്പോ അവര് പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലോ. അതെ, അവർ വിനയന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കുറച്ച് സാധനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരുന്നു. ആണോ? അതെ സർ. ഞാനത് കൊടുക്കാൻ വിനയന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ ചില കാര്യങ്ങൾ കണ്ടു. എന്താ കണ്ടേ? അത് നിന്നെ 2 പിള്ളേരെ പിടിച്ചോണ്ട് ഇറങ്ങിക്കോ. ഈ തള്ളടപ്പ് പൊക്കോ. നീ നിന്നെ അവൻ നോക്കിക്കോളും. വിനയ, അല്ലാതെ പിന്നെ കണ്ടവന്റെ വീഴ്പ്പ് ഞാൻ ചുമക്കണോ? ഈ അനന്തമാഷ് സാറിന്റെ അമ്മാവനല്ലേ? അതായത് ചിലങ്കയുടെ അച്ഛൻ. അദ്ദേഹത്തെയും സ്വന്തം അച്ഛനെയും വരെ വിനയൻ തള്ളി മാറ്റുന്നുണ്ടായിരുന്നു. അയാൾ ശരിക്കും ഭ്രാന്തനെ പോലെ പെരുമാറിയത്. അയ്യോ സാറേ, ഞാൻ അവിടെ കണ്ടത് പറഞ്ഞെന്നേ ഉള്ളൂ. ശരിക്കതിന്റെ കാര്യകാരണങ്ങളൊന്നും എനിക്കറിയില്ല. സാറിങ്ങനെ എടുത്തു ചാടിയാൽ കാര്യകാരണം എന്തായാലും അവൻ തല്ലിയത് എന്റെ അനിയത്തി ചിലങ്കയാ. അവൾ അവന്റെ ഭാര്യ ആയതുകൊണ്ട് അത് ഞാൻ ക്ഷമിച്ചേക്കും. എന്നാൽ അവൻ എന്റെ അമ്മാവനെ തള്ളിയിട്ട് അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അതിനെല്ലാം മറുപടി പറഞ്ഞേ പറ്റൂ. ഇന്നവൻ അനുഭവിക്കും.
ആ അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നു? ആണോ? ഇന്ദിരേട്ടാ, ഞാൻ ഇറങ്ങുക. അമ്മ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നാലേ കടയിലെത്താൻ ലേറ്റ് ആവും. അവിടെ കണ്ണൻചേട്ടൻ മാത്രമേ ഉള്ളൂ. സത്യൻ കഴിച്ചിട്ട് പോട്ടെ ഇന്ദ്രേട്ടാ, നമുക്ക് അമ്മ വന്നിട്ട് കഴിക്കാം. അതല്ലല്ലോ, ഇന്നലെ രാത്രിയും അമ്മയും സോനയും ഇവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല. ഇന്നും നമ്മൾ അമ്മ കഴിക്കാതെ ആഹാരം കഴിച്ചാ അത് പിന്നെ അമ്മയ്ക്ക് വലിയ വിഷമാവും. എന്നാ പിന്നെ ഞാൻ പുറത്തുനിന്നെല്ലാം കഴിച്ചോളാം. ഇവിടുന്ന് കഴിച്ചാലല്ലേ അമ്മയ്ക്ക് വിഷമാവുള്ളൂ. സത്യ, നീ കഴിച്ചിട്ട് പോ. അമ്മ ഇതുവരെ എവിടെയായിരുന്നു? സത്യനടക്കം ഒന്നും കഴിക്കാതെ അമ്മയെ കാത്തിരിക്കുക. അനു, നീ പോയി എല്ലാവർക്കും ആഹാരം എടുത്തു വയ്ക്കുക, ഒരുമിച്ച് കഴിക്കാം. സോനെ, മോളെ സോനെ. സോനെ, ഞാൻ വിളിക്കാം അമ്മേ. അമ്മ വരൂ. എന്താ അമ്മ? പോയിരുന്നു കഴിച്ചു. ശരി അമ്മ. എന്താ അമ്മ ഇത്? ഇതോ പോറ്റി ഹോട്ടലിലെ ഇഡ്ഡലിയാ. അവിടുന്ന് വാങ്ങുമ്പോ കാശും കുറവാ, രുചിയും ഉണ്ടാവും. എന്റെ അമ്മ, ഇവിടെ അനു എല്ലാം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുക. പിന്നെന്തിനാ? ഇന്ദിര, നിങ്ങളെ ആരെയും ഇനി ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കരുതെന്ന തീരുമാനത്തിലാ ഞാനും എന്റെ മോളും. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോളാം. അതോർത്ത് വേറെ ആരും വേവലാതിപ്പെടണ്ട. അമ്മേ, എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? അമ്മയുടെയും സോനയുടെയും കാര്യത്തില് ഞങ്ങൾക്ക് എങ്ങനെ വേവലാതിപ്പെടാതിരിക്കാനാവും? വേറെ ആരുടെ കാര്യത്തിലാ ഞങ്ങൾ വേവലാതിപ്പെടണ്ടേ? നിനക്കൊരു ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ടല്ലോ. നീ അവരുടെ കാര്യം മാത്രം നോക്കിയാ മതി. എന്റെ മോളുടെ അവളുടെ കുഞ്ഞിന്റെയും കാര്യം നോക്കാൻ എനിക്കറിയാം. ദൈവം സഹായിച്ചേ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെന്തിനാ ഞങ്ങൾ മറ്റുള്ളവരുടെ ഓരം പറ്റി ജീവിക്കുന്നത്? ഇല്ല, അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇതൊന്നും വകച്ചു തരാൻ പോകുന്നില്ല. അമ്മയും സോനയും വന്ന് ആഹാരം കഴിക്ക്. അനു, വേഗം ചെന്ന് എല്ലായിടത്ത് വയ്ക്ക്. ചെല്ലുമോളെ, വേഗം ചെന്ന് ഭർത്താവിനും അനിയനും ആഹാരം വിളമ്പി കൊടുക്ക്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ലേ? പൊതിയാഹാരമല്ലേ, അത് ഞങ്ങള് മുറിയുടെ മൂലക്കിരുന്ന് കഴിച്ചോളാം. എന്തിനാ അമ്മ ഈ വാശി? ആരോടാ അമ്മ ഈ വാശി പിടിക്കുന്നേ? വാശി തന്നെയാടാ. ഞാൻ വാശി പിടിച്ച നീയൊന്നും ഒലിച്ചു പോകില്ലെന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ ഞാനും ചത്തൊന്നും പോകില്ല. നീ വാടി മോളെ. വിടേട്ടാ, നമുക്ക് വല്ലതും കഴിക്കാം. ഏട്ടൻ വാ. കഴിക്കാൻ പോലും. ഇതിനെല്ലാം കാരണം നീ ഒരുത്താ. ഞാനോ? ഞാൻ എന്താ ചെയ്തേ? എടാ, അമ്മയുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഞാൻ ഓരോന്നൊക്കെ ചെയ്തു വരുമ്പോ നീയാണ് അതിന്റെ ഇടയിൽ കയറി എനിക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുന്നത്. അതിന് ഏട്ടൻ എന്താ? ഏട്ടന് സമാധാനക്കേട് ഞാനല്ല, അമ്മയാ. നിർത്താ. അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം കൊടുക്കണം. അത് നിനക്കറിയില്ല. നീ തന്നെയാണ് ഈ പ്രശ്നം തുടങ്ങാനുള്ള പ്രധാന കാരണം. ആയിക്കോട്ടെ, സമ്മതിച്ചു. ഞാൻ തന്നെ എല്ലാത്തിനും കാരണം. ഇപ്പൊ എന്താ പരിഹാരം? ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയ പ്രശ്നം തീരോ? എങ്കിൽ ഞാൻ പോയി തരാം. സത്യ, ഈശ്വര, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തോ പറഞ്ഞു പോയതാ. നീ അതൊന്നും കാര്യാക്കണ്ട. അത് സാരില്ലേട്ടാ. സോനയ്ക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞതിന് ശേഷം നീ അതിന് ശ്രമിക്കാതെ ചിലങ്കയ്ക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തുന്ന് അമ്മയും സോനയും അറിഞ്ഞ സ്വാഭാവികമായിട്ടും അവർ വഴക്കുണ്ടാക്കില്ലേ?
അതറിഞ്ഞു വെച്ചുകൊണ്ട് നീ അങ്ങനെ ചെയ്യാവോ? ഇന്ദ്രേട്ടാ, ചിലങ്കയുടെ അവസ്ഥ ഇന്ദ്രേട്ടൻ അറിയില്ലേ? അമ്മയും സോനയും വഴക്കുണ്ടാക്കുന്നു പറഞ്ഞ് എനിക്ക് ചിലങ്കയെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ സ്ഥാനത്ത് ഇന്ദ്രേട്ടനാണെങ്കിൽ സഹായിക്കില്ലേ? എടാ, എന്നാലും നീ അമ്മയും സോനയും പറയുന്നത് കേൾക്കണമായിരുന്നു. കേട്ടിട്ട് എന്തിനാ? സോനയ്ക്ക് ജോലിയില്ലെങ്കിലും അവളെ സംരക്ഷിക്കാൻ ഇന്ദ്രേട്ടനും ഞാനും ഉണ്ട്. പക്ഷേ ചിലങ്കയ്ക്ക് ആരാ ഉള്ളത്? അവളുടെ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല ഇന്ദ്രേട്ട. അവൾക്കിപ്പോ നല്ലൊരു ജോലിയെ സംസാരിച്ചു വച്ചിരിക്കുന്നേ. ഇത് കിട്ടിയ ചിലങ്കയുടെ പകുതി പ്രശ്നങ്ങൾ മാറും. സാമ്പത്തികമായിട്ടെങ്കിലും അവൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടും. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമല്ലേ? അല്ലേ പ്രതിഭേ? ശരിയല്ലേ? അതെ. എന്നാലും ഇതിന്റെ പേരിൽ അമ്മയും സോനയും വീട്ടിലുണ്ടാകുന്ന വഴക്കെല്ലാം സഹിക്കേണ്ടി വരില്ലേ? അമ്മയെ സോനെ ഏത് കാര്യത്തിനാ വഴക്കുണ്ടാക്കാത്തത്? നമ്മൾ ആരെ സഹായിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അങ്ങനൊന്നും നോക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ദ്രേട്ടാ. ഹലോ, ഇത് ചിലങ്കയാ. ആ, സത്യേട്ടനൊരു ജോലിക്കാര്യം പറഞ്ഞിരുന്നു. അവിടുന്ന് നാളെ ഇന്റർവ്യൂവിന് ഹാജരാവാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ കാര്യം സത്യേട്ടനോട് പറയാൻ വിളിച്ചതാ. ആഹാ, നന്നായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് ഇന്ദ്രേട്ടാ. ഞാൻ സത്യനോട് പറഞ്ഞേക്കാം. എനിക്ക് മറ്റൊരു കാര്യം കൂടി സത്യേട്ടനോട് പറയാനുണ്ട്. സത്യേട്ടന്റെ പുതിയ മൊബൈൽ നമ്പർ എന്റെ കയ്യിലില്ല. അതൊന്ന് തരുമോ? ആ, ഞാൻ സത്യന്റെ ഫോൺ കൊടുക്കാം. ആരേന്ദ്രേട്ടാ? ചിലങ്കയാ. ഹലോ. സത്യേട്ടാ, നാളെ ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞ് കോള് വന്നിരുന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഏയ്, അതൊന്നും പറയണ്ട. ചിലങ്ക സന്തോഷമായിട്ടിരിക്കെ. അതറിയുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. അങ്ങനെ കരുതിയാ മതി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താ ഉറപ്പായിട്ടും ചിലങ്കയ്ക്ക് ജോലി കിട്ടും. പിന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഞാൻ അതുകൂടി പറയാനാ ഇപ്പൊ വിളിച്ചെ. എന്തു പ്രശ്നം? സത്യേട്ടന്റെ അമ്മ ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് വിനയേട്ടനും വിനയേട്ടന്റെ അച്ഛനും എന്റെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. സുശീലാന്റി ജോലിക്കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അതിന്റെ പേരിൽ വലിയ വഴക്കായി. വിനയേട്ടൻ റേസായി. പിടിച്ചു മാറ്റാൻ ശ്രമിച്ച അച്ഛനെയും എന്റെ അച്ഛനെയും വിനയേട്ടൻ പിടിച്ച് തള്ളുക വരെ ചെയ്തു. എന്നിട്ട് ഈ ജോലി എന്റെ അവസാന പ്രതീക്ഷ. വിനയേട്ടൻ ചിലപ്പോൾ അവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഈ ജോലി എനിക്ക് കിട്ടാതെ പോകരുത്. അങ്ങനൊന്നും ചിന്തിക്കണ്ട. ചിലങ്ക ധൈര്യമായിട്ടിരിക്കും. ഞാൻ കൂടെയുണ്ട്.